കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മഹനീയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ഹല്ലേലൂയ. മനുഷ്യരുടെ ജീവിതത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം. ആരുടെയും ഒരു വിലക്കുമില്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ വേദപുസ്തക പ്രകാരം വചനം നാം വായിക്കുമ്പോൾ ക്രിസ്തു യേശുവിലും നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും സുവിശേഷം പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം പലരോടും കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവർ ഹല്ലേലൂയ കർത്താവിൽ വിശ്വാസം ഉണ്ടെങ്കിലും അവർക്ക് ഈ ഒരു മാർഗത്തിലേക്ക് വരുവാൻ ചില തടസ്സങ്ങളുണ്ട്. അവർ ചിന്തിക്കുന്നത് പലതും അതുവരെ അവരുടെ ജീവിതത്തിൽ എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും വിട്ടു പോരേണ്ടി വരും. പലതിനെയും ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഇതിനകത്ത് എന്തോ ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു വരുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വചനം നാം ധ്യാനിക്കുമ്പോൾ നമ്മൾക്ക് യേശു ക്രിസ്തുവിൽ ബന്ധനമല്ല, നമുക്ക് സ്വാതന്ത്ര്യമാണുള്ളത്. അത് വചനം യഥാർത്ഥമായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ആ സ്വാതന്ത്ര്യം എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്, എന്തിൽ നിന്നൊക്കെയാണ് ആ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിലുള്ളത്, അതുമൂലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ഭാവിയിൽ ലഭിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ ഏറെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുത്തതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഏവർക്കും ഇത് അനുഗ്രഹമായിരിക്കും. നമുക്ക് വചനത്തിലേക്ക് പോകാം. അതിനാധാരമായിട്ട് നാം ഇന്ന് ഹാലിൽ ചിന്തിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. എന്താണ് സത്യം? വേദപുസ്തക പ്രകാരം ഏക സത്യ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ പറയുന്നത് സത്യം അറിയുകയും സത്യം നമ്മൾ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ സത്യം എന്താണ്? യേശു ക്രിസ്തുവാണ് സത്യം. ആ യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ പലതിൽ നിന്നും സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അറിയുമ്പോഴാണ് യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സത്യം നാം അറിയണം. സത്യം എന്ന് പറയുന്നത് ഒന്നേ ഒന്ന് മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് സത്യം. ആ സത്യം അറിയുന്നതിലൂടെ നാം സ്വതന്ത്രമാക്കപ്പെടും. ഈ സത്യം നാം അറിയുമ്പോൾ നമ്മളെ എന്തിൽ നിന്നാണ് ഹല്ലേലൂയ ഈ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്നതെന്ന് നമുക്ക് ഹല്ലേലൂയ വചനത്തിലൂടെ ഒന്ന് പഠിച്ചു നോക്കാം. ആധാരമായിട്ട് നമുക്ക് റോമറിന്റെ അധ്യായം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്തിൽ നിന്നാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്? പാപത്തിൽ നിന്നും, അതുമൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മരണത്തിൽ നിന്ന്. കാരണം വചനം പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? ലോകപ്രകാരമുള്ള മനുഷ്യർക്ക് ഒരു പക്ഷേ ഞാൻ ആരെയും ചീത്ത പറയുന്നില്ല, അല്ലെങ്കിൽ വഴക്ക് പറയുന്നില്ല, പകയില്ല, പിണക്കമില്ല, ഞാൻ എല്ലാവർക്കും നന്മ മാത്രമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പാപമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള പാപമാണ്. കർമ്മപാപവുമുണ്ട്, ജന്മപാപവുമുണ്ട്. കർമ്മപാപം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ വരുന്ന പാപവും, ജന്മപാപം എന്ന് പറയുന്നത് ആദിമ പിതാക്കന്മാർ, അതായത് നമ്മുടെ പിതാക്കന്മാരുടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പാപമുണ്ട്. നമ്മൾക്ക് അറിയാം വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ ആദിമ പിതാക്കന്മാരായിരുന്നു ആദമും ഹവ്വയും കാണിച്ച പാപത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ലംഘനത്തിലൂടെ സകല മാനവരാശിയും പാപികളായി തീർന്നു. ആ പാപം തുടർന്നുള്ള എല്ലാ തലമുറകളിലേക്കും കടന്നു വരികയും ആ പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. തൻ്റെ 33 തിരുവയസ്സിൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി
നമുക്കായി കാൽവരിയുടെ കുലത്തളത്തിൽ അറക്കപ്പെട്ടു. ഹല്ലേലൂയ. അവൻ്റെ രക്തത്താൽ നമ്മളുടെ പാപത്തെ ശുദ്ധീകരിച്ചു പിതാവായ ദൈവം നമ്മളെ അവനോടുകൂടെ നിരപ്പിക്കുവാൻ ഇടയായി തീർന്നു. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ക്രൂശീകരണം ഹല്ലേലൂയ പലരും ഒരു സംഭവമായിട്ട് മാത്രം കാണുമ്പോൾ ഹല്ലേലൂയ പിതാവിൻ്റെ സ്നേഹമാണ് അവിടെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ നമ്മെ ഓരോരുത്തരെയും ഹല്ലേലൂയ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് അവകാശികളായിരുന്ന നമ്മളെ അതിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കുവാൻ ഹല്ലേലൂയ പുത്രൻ്റെ അവകാശത്തിലേക്ക് ആക്കുവാൻ ഹല്ലേലൂയ മരണം മാറി നിത്യജീവനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയുടെ കുലത്തളത്തിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. ഉഴവ് ചാലുകൾ പോലെ അവൻ്റെ പുറം ഹല്ലേലൂയ ചാട്ടവാർ അടിയാൽ തകർക്കപ്പെട്ടത് നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ അകൃത്യങ്ങളെല്ലാം അവൻ്റെ മേലാക്കിക്കൊണ്ടാണ് ഹല്ലേലൂയ പിതാവായ ദൈവം ഹല്ലേലൂയ തൻ്റെ പുത്രനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചത്. കാരണം അവനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് അവിടെ നടന്നത്. ഹല്ലേലൂയ. ഇതിലൂടെ നമുക്ക് ലഭിച്ചത് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും, അതായത് പാപം മൂലമായി നമ്മൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മളെ ഹല്ലേലൂയ ആ പാപത്തിൻ്റെ ശമ്പളമായ മൃത്യുവിൽ നിന്ന് വിടുവിച്ച് നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. അതുമൂലം പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും തൻ്റെ ക്രൂശീകരണത്തിലൂടെ സകല മാനവരാശിക്കും സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തത്. ഈ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കുന്നത് എപ്പോഴാണ്? യേശു ക്രിസ്തുവിനെ അറിയുമ്പോഴാണ്. ഹല്ലേലൂയ. പലരും ഇന്ന് ഹല്ലേലൂയ പാപത്തിൽ ജീവിക്കുന്നതും പാപത്തിൻ്റെ ഫലമായ മരണത്തിന് അടിമപ്പെട്ടു പോകുന്നതും കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഇത് ഹല്ലേലൂയ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വ്യക്തി പോലും ഇനിയും ഹല്ലേലൂയ ശത്രുവിൻ്റെ ആ അടിമ നുഖത്തിൽ ഹല്ലേലൂയ തകർന്നു പോകുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. കാരണം പലപ്പോഴും ലോകത്തിൽ ഹല്ലേലൂയ അവിശ്വാസികളുടെ കണ്ണിനെ ഹല്ലേലൂയ ദുഷ്ടനായ സാത്താൻ ഹല്ലേലൂയ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കാതിരിക്കാൻ അതിൻ്റെ തേജസ് ഹല്ലേലൂയ വേണ്ടുവണ്ണം പ്രകാശിച്ച് ഈ അടിമ മുഖത്തിൽ നിന്ന് ഹല്ലേലൂയ ജനങ്ങൾ വിടുവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ശത്രുവായവൻ അനേകരുടെ കണ്ണുകളെ ഹല്ലേലൂയ കുരുടാക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാണ്. ഹല്ലേലൂയ പാപത്തിൻ്റെ ശമ്പളമായ മൃത്യുവിന് അടിമപ്പെടാതെ നിത്യജീവനെ നാം പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നാം കടന്നു വരണം. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ആ അടിമ മുഖത്തിൽ ഹല്ലേലൂയ കുടുങ്ങിപ്പോകരുതെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. എന്താണ് ആ അടിമ മുഖം? റോമർ 6:12 ഇപ്രകാരം പറയുന്നു: ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ മോഹങ്ങളെ അനുസരിച്ച് വാഴുകയാണെങ്കിൽ വീണ്ടും നാം ആ അടിമ മുഖത്തിൽ കുടുങ്ങിപ്പോകുവാനിടയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ശരീരത്തിൻ്റെ മോഹത്തിനനുസരിച്ച് പാപത്തിൽ വാഴുവാൻ ഇടയാകാതെ വണ്ണം നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തന്നെ ഹല്ലേലൂയ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. വീണ്ടും നാം ഈ അടിമ മുഖത്തിൽ തകർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ട് നാം ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കണം. ദൈവത്തിന് വേണ്ടി നാം സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ ഹല്ലേലൂയ ഈ അടിമ മുഖത്തിൽ കുടുങ്ങിപ്പോകാതെ സ്വാതന്ത്ര്യം പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ. നമ്മൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അധീനരാണ്. അതുകൊണ്ട് പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുവാൻ ഇടവരത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ അവയവങ്ങളെ പാപത്തിൽ മരവിപ്പിച്ചിട്ട് ഹല്ലേലൂയ നീതിയുടെ ആയുധങ്ങളായി കർത്താവായ യേശു ക്രിസ്തുവിനെ സമർപ്പിക്കുന്നതിലൂടെയാണ് ക്രിസ്തുവിലുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവ് അതിനെ ഓർമ്മിപ്പിച്ചുണർത്തട്ടെ. ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ ക്രിസ്തു തന്ന സ്വാതന്ത്ര്യം നാം ജഡത്തിന് അവസരമാക്കരുത്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യം നമ്മൾക്ക് ക്രിസ്തുവിലുണ്ട്, പക്ഷെ അത് ജഡത്തിൻ്റെ അവസരമാക്കുവാനല്ല. ഹല്ലേലൂയ. നമ്മളുടെ ഹല്ലേലൂയ മോഹങ്ങൾ വാഴുന്ന ശരീരത്തെ ഹല്ലേലൂയ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച്
ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ച് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അനുകാരികളായി അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം അറിയുന്ന ഓരോ വ്യക്തികളും ഹാലേലുയ അവരുടെ ലൈഫിനെ ഹാലേലുയ പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവം അവരെ സഹായിച്ചുകൊണ്ടിരിക്കും. ഹാലേലുയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും പാപത്തിലോ അതുമൂലമുള്ള മരണത്തിൻ്റെ അടിമനുഖത്തിലോ ഹാലേലുയ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾക്കതിൽ നിന്ന് വിടുതലുണ്ട്. നിങ്ങൾ സത്യം അറിയണം. സത്യം എന്താണ്? സത്യം ഒന്ന് മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ നിങ്ങളുടെ ഹാലിലെ ജീവിതം പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഹാലിലെ പരിശുദ്ധാത്മാവ് നയിക്കുകയും ഹാലിലെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് നിത്യജീവനിലേക്ക് ഹാലിയ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുകയും ചെയ്യും. ഹാലേലുയ. ലോകത്തിൽ ഹാലേലുയ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഹാലേലുയ ദൈവം അവനെ ഹാലേലുയ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഹാലേലുയ സ്വർഗത്തിൻ്റെ വലതു ഭാഗത്ത് ഹാലേലുയ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനായിട്ട് ഇന്നും അവൻ ജീവിക്കുന്നു. ഹാലേലുയ. നമ്മളുടെ തെറ്റുകുറ്റങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമ്മളുടെ ഹാലേലുയ ജീവിതത്തിൽ വന്നുപോയ പാപത്തെ ഹാലേലുയ ഏറ്റുപറയുകയാണെങ്കിൽ ഹാലേലുയ പാപത്തിൻ്റെ ഹാലേലുയ ശമ്പളമായ മരണത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ച് നമ്മളുടെ ഹാലേലുയ കറകളെ കഴുകി ഹാലേലുയ നമ്മളെ അവൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് ഹാലേലുയ പരിശുദ്ധാത്മാവ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുവാനിടയായിത്തീരും. ഹാലേലുയ. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ നിങ്ങളുടെ ജീവിതം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഹാലേലുയ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് മാത്രമാണ് വചനപ്രകാരം ഒരേ ഒരു മാർഗം. ആരെങ്കിലും ഇന്ന് ഹാലേലുയ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളാണ് ഈ മെസ്സേജ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന നല്ലൊരവസരമാണ്. യേശു ക്രിസ്തുവിനെ അറിയുക, അവനിലൂടെയുള്ള നിത്യജീവനെ പ്രാപിക്കുക. ഹാലേലുയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല മെസ്സേജിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പിതാവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥാ, നീ അവരെ അനുഗ്രഹിക്കണമേ. പാപത്തിൻ്റെ ശമ്പളമായ മൃത്യുവിൽ നിന്ന് അനേകർ ഈ മെസ്സേജിലൂടെ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. അനേകരുടെ ഹാലിലെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കട്ടെ. സത്യം അറിയുവാനും സത്യം അവരെ സ്വതന്ത്രമാക്കുവാനും സത്യ വെളിച്ചം ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും പ്രകാശിക്കേണ്ടതിന് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു അനേകരുടെ ഹൃദയങ്ങളിൽ ഈ മെസ്സേജിലൂടെ പ്രകാശിക്കട്ടെ കർത്താവേ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ഹാലിലെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം അനേകരെ ഈ മെസ്സേജിലൂടെ ദൈവമേ അങ്ങ് ഒരുക്കണമേ. അത്ഭുത സാക്ഷികളെ ദൈവം എഴുന്നേൽപ്പിക്കണമേ കർത്താവ്. ഇരുട്ടിൽ കിടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടുവെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ മെസ്സേജിലൂടെ അടിമനുഖത്തിൽ കിടന്ന അനേകർ ക്രിസ്തു എന്ന വെളിച്ചത്തിലേക്ക് ഹാലേലുയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ. ദൈവത്തിൻ്റെ കരം അതിൻ്റെ മേൽ ഇറങ്ങട്ടെ. അനേകരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. അനേകർ ഇന്നർ ഹീലിങ്ങുകൾ സംഭവിക്കുകയാണ്. അനേകരുടെ ആന്തരിക മുറിവുകളെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുകയാണ്. ഇരുട്ടിൽ കിടക്കുന്ന അന്ധകാരത്തിൽ കിടക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഒരു വെളിച്ചം പോലെ വീശുന്നു. അനേകരെ അടിമനുഖത്തിൽ കിടക്കുന്ന അനേകരുടെ ഹൃദയങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ സമയം നയിക്കുകയാണ്. അവരെ സത്യം അറിയാതെ വണ്ണം അവരെ തടസ്സം ചെയ്യുന്ന ഹാലേലുയ ഇരുട്ടിൻ്റെ മേഖലകളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ക്യാൻസൽ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുകയാണ്. ഹാലേലൂയ. അന്ധകാരത്തെ മാറ്റി ഹാലേലൂയ ദൈവത്തിൻ്റെ തേജസ് പ്രകാശിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ ദൈവിക തേജസ് പ്രകാശിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ്. ഹാലേലൂയ. സാത്താന് കളവ് പറഞ്ഞ് ഇരുട്ടിലാക്കി ഹാലേലൂയ കുറ്റബോധത്തോടെ നീറിക്കഴിയുന്ന ചിലരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ട് ഇന്നർ ഹീലിങ്ങുകൾ നടക്കുകയാണ്. വളരെ ഇന്നർ ഹീലിങ്ങുകൾ അനേകരുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ പരിശുദ്ധാത്മാവ് കെട്ടുന്നത് തന്നെ കാണിക്കുകയാണ്. അവരെ എല്ലാ ഗിൽറ്റിനെസ് മാറ്റി പരിശുദ്ധാത്മാവ് അവരെ പുറത്തു കൊണ്ടുവരികയാണ്. ക്രിസ്തു അവർക്ക് സ്വാതന്ത്ര്യം വരുത്തുകയാണ്. അനേകരുടെ ജീവിതങ്ങളിൽ കർത്താവ് സ്വാതന്ത്ര്യം വരുത്തുന്നത് ആത്മാവ് എന്നെ കാണിക്കുകയാണ്. അനേകരെ പാപത്തിൽ നിന്ന് ദൈവം
വിടുവിക്കുകയാണ്. ഹാലലുയ. ജഡപ്രകാരം ജീവിക്കുന്ന പലരെയും പരിശുദ്ധാത്മാവ് യൂട്ടേൺ ചെയ്യുകയാണ്. ആത്മാവിൻ്റെ ഹാലലു നീതിയുടെ ആയുധങ്ങളായി അനേകർ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഈ മെസ്സേജിലൂടെ ദൈവം അനേകർക്ക് ഇന്നർ ഹീലിങ്ങുകൾ കൊടുക്കുന്നു. ഹാലലുയ. നാളുകളായി ഹൃദയത്തിന്, ശരീരത്തിന്, മനസ്സിൽ ഏറ്റ മുറിവുകൾ, വാക്കുകളിൽ, ചിലരുടെ പ്രവർത്തികളിലൂടെ ഹൃദയത്തിനകത്ത് ആഴത്തിലിറങ്ങിയ മുറിവുകളെ ആത്മാവ് ഇറങ്ങി സൗഖ്യമാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുകയാണ്. അത്ഭുതകരമായ സൗഖ്യങ്ങൾ ദൈവം ചെയ്യുന്ന അനേകരുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് തിരിക്കുകയാണ് ദൈവത്തിങ്കലേക്ക് തിരിക്കുകയാണ്. ക്രിസ്തു അനേകരുടെ ജീവിതത്തിൽ വെളിച്ചമായി പ്രകാശിക്കുന്നത് ദൈവം എന്നെ കാണിക്കുന്നു. വലിയൊരു തേജസ് ചില ജീവിതങ്ങളെ തൊടുന്നത് കർത്താവിനെ കാണിക്കുന്നു. അപ്പം നീ ചെയ്യുന്ന അത്ഭുതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകരെ കർത്താവ് തൊട്ട് വിടുവിച്ച് ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്നതിന് സ്തോത്രം. അനേകരുടെ കെട്ടുകളെ ദൈവം അഴിക്കുന്നു. അനേക ബന്ധനങ്ങൾ പൊട്ടിമാറുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ചിലരുടെ ചിന്തകളിലുള്ള ബന്ധനങ്ങൾ പരിശുദ്ധാത്മാവ് അഴിക്കുന്നു. ചിലരുടെ മനസ്സിനെ കുരുക്കി വെച്ചിരിക്കുന്ന കുരുക്കുകൾ ദൈവത്തിൻ്റെ ആത്മാവ് അഴിച്ചു കളയുകയാണ്. സത്യം അവരെ സ്വതന്ത്രമാക്കുകയാണ്. യേശു ക്രിസ്തു എന്ന സത്യം ചിലരെ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നീ ചെയ്യുന്ന അത്ഭുതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ചെയ്ത വിടുതലിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. തീർച്ചയായും മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറുകളിൽ വേഗത്തിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്തതായിട്ട് തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും കാണുമ്പോൾ സർവശക്തൻ തൻ്റെ ചിറകടിയിൽ നിങ്ങളെ ഓരോരുത്തരെയും മറച്ചുകൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു.